അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ്, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ നോൻപ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോൾ ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടെയും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ, വികാരിച്ചൻ, മെജോച്ചൻ, ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ചില അച്ഛന്മാരടുത്ത് കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്ത് വിഷയമാണ്. അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോച്ചൻ അങ്ങനെയല്ല. മെജോച്ചൻ പറഞ്ഞത്, ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോച്ചനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൻപ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിൽ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരത് ഇതൊക്കെ കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടുമൊക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ പായുമ്പോഴത്ത് നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ.
പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി പോയി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തിലെ മുൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ്? നമ്മൾ ദൈവത്തോട് കർത്താവെ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപുകാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയിച്ചിരിക്കും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപറക്കുന്നവരെ പോലെ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നവർ. അപ്പൊ ഇൻ കേസ് അത്യാവശ്യ ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അപർണ. ഞാൻ കൊല്ലം ജില്ലയിൽ ശങ്കരമംഗലത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോള്, പേര് അൻവിത. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 7-ാം തീയതിയാണ്. അന്ന് അതിൽ വെച്ച നിയോഗങ്ങളിലൊന്ന് എൻ്റെ മോക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് അവൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞതിൽ പിന്നെ അവൾക്ക് മോശം പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര കരച്ചിലും ബഹളമാണ്. എന്നൊന്നും പോയില്ല, 3-4 ദിവസവും കൂടിയിരുന്നാണ് പോകുന്നത്. അപ്പം ഭയങ്കര കരച്ചിലും ബഹളമാണ്. ആ മോശം പോകുന്നതിൻ്റെ അന്ന് ആ ഏരിയയിലുള്ള മിക്കവർക്കും അത് മനസ്സിലാവും. കാരണം അത്രയും കരച്ചിലാണ് കുഞ്ഞിന്. ആയുർവേദവും അലോപ്പതി അതുപോലെ ഇംഗ്ലീഷ് മരുന്ന് എല്ലാം ഞാൻ കൊടുത്തു നോക്കി. കൊടുക്കുമ്പോൾ ആ ഒരു ദിവസത്തേക്ക് കുഴപ്പം കാണില്ല, അന്ന് മോശം പോവും, പിന്നെയും അവസ്ഥ പഴയത് തന്നെ. അങ്ങനെ ഞാൻ മരുന്ന് കൊടുപ്പ് നിർത്തി. എന്നിട്ട് അമ്മയുടെ ഉപ്പും തേനും തൈലവും കൊടുത്തു തുടങ്ങി. ക്രമേണ അവളിൽ മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല മോശം പോകുന്നതിന്. ഇപ്പോൾ അവൾ തന്നെ ടോയ്ലറ്റിലൊക്കെ പോട്ടി ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവൾ ഇരിക്കത്തില്ല. അവൾക്ക് മോശം പോകുന്നതിൻ്റെ ആ ഒരു സമയം വരുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പോയി കഥകിൻ്റെ പുറകിൽ പോയി ഒളിക്കും. എന്നിട്ട് കാല് രണ്ടും ഈ ഇടയ്ക്ക് ചേർത്ത് വെച്ച് അങ്ങനെ ആരോടും പറയാതെ ഇങ്ങനെ നിൽക്കും. അത്രയ്ക്ക് വേദനയും കരച്ചിലും ബഹളവും നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ അവൾക്കൊരു കുഴപ്പവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെന്ന് പറയുന്നത് 1.25 വയസ്സിൽ കുത്തിവയ്പ്പിൻ്റെ സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൈയും കാലും പൊക്കുന്നതിനും അനക്കുന്നത് പോലും പറ്റാത്ത കരച്ചിലായിരുന്ന സമയത്ത് അവൾക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ആ കുത്തിവയ്പ്പ് എടുത്ത് വന്ന സമയം തൊട്ട് തന്നെ അമ്മയുടെ തൈലവും ഉപ്പും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര നിലവിളിയും കരച്ചിലും വായിക്കുമ്പോഴും ഇവക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവള് പാട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഒരു വേദനയില്ല, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അതിനുശേഷം പിണ്ടുനീര് വന്നത് ഇപ്പോഴാർക്കെയാണ്. പിണ്ടുനീര് അപ്പോഴും ഒരു സൈഡ് വീങ്ങി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ പിണ്ടുനീരിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന്, പിണ്ടുനീര് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഫുഡ് കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചവയ്ക്കാൻ പറ്റില്ല, വാ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇവക്ക് ഞാൻ ആ സമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും തൈലവും ഉപയോഗിച്ചു. അവൾക്ക് ഫുഡ് കഴിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൾ മുറുക്കാണ് കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്നത്. ഈ പിണ്ടുനീര് വരുന്ന സമയത്ത് നമുക്ക്
ഭക്ഷണം കഴിക്കാൻ വലിയവർക്കായാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൾക്കൊരു കുഴപ്പവും ഇല്ല. അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കാണ് കൂടുതൽ ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അവൾക്കാണ്. പിന്നെ എനിക്ക് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ചെറിയ വീക്കം പോലെ ഉണ്ടായിരുന്നു. ചെറിയൊരു മുഴയെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരുന്നു. എന്നെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ല. ഞാൻ അമ്മയുടെ തൈലവും ഉപ്പും ഉപയോഗിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേദനയോ തടിപ്പോ ഒന്നുമില്ല. ആ ഒരു വീക്കവേ അവിടെ ഇല്ല. അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. പിന്നെന്ന് പറയുന്നത് 2024 എനിക്ക് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ എക്സാം എഴുതുന്നത് അമ്മയുടെ മുമ്പിൽ ഇവിടെ ഇരുന്നിട്ടാണ്. അന്ന് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് അതിൻ്റെ എക്സാം എഴുതുന്നത്. അന്ന് അതിൻ്റെ കട്ട് ഓഫ് 60 എനിക്ക് 56 57 മാർക്ക്, 3-4 മാർക്കിനായിരുന്നു അന്നത് പോയിരുന്നത്. അപ്പോൾ അന്നത് പോയി അന്ന് ഭയങ്കര വിഷമമായി. അന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലും കൂടെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് എനിക്ക് നറുക്കിട്ടപ്പോൾ അമ്മയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് അമ്മ പറയുന്നു, ആ ജനമൈത്രിയുടെ അവരുടെ സൈറ്റിൽ കയറി ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി നോക്കി. അപ്പം ജനുവരി 12-ാം തീയതിയിൽ അവർ നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാണ് ആളെ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അത് അങ്ങനെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടു. സൊസൈറ്റി കോട്ട നിയമനമാണ്, പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ജനുവരി 22 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂ മെമ്മോ കാർഡ് വന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. 24-ാം തീയതി ആയപ്പം അവരായിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്തുകൊണ്ട് മെയിൽ അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനത് കണ്ടില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ കരുനാഗപ്പള്ളി ബ്രാഞ്ചിൽ ആണ് അവർ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു HOയിൽ പോയി ജോയിൻ ചെയ്യണം, അവിടെ ചെന്ന് ബോണ്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കയറുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ എൻ്റെ കയ്യിൽ പാദസരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് വിറ്റ് 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപയായിട്ട് തിരുവനന്തപുരത്ത് പോയി അവരുടെ ഹെഡ് ഓഫീസിൽ പോയി ബോണ്ട് സൈൻ ചെയ്തു. അങ്ങനെ 17-ാം തീയതി തന്നെ എനിക്ക് എനിക്ക് ഇവിടെ വെച്ച് ഞാൻ എഴുതി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പോസ്റ്റാണ്, ഒരു ജോലിയാണ്. സെയിം അതേ ജോലി തന്നെ എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കല് അമ്മ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ തിങ്കളാഴ്ച, അതായത് 23-ാം തീയതി ഞാൻ ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്ലർക്കായിട്ട് കയറുകയാണ്. പിന്നെന്ന് വെച്ചാൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടത്തില്ല എന്ന ഒരിതുണ്ടായിരുന്നു. വെച്ചാൽ ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ അമ്മ അതെല്ലാം മാറ്റിമറിച്ചു. ഗവൺമെൻറ് ജോലിയല്ല, ഇത് കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ്. കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനത്തിനാണ് ഞാനിന്ന് ജോലിക്ക് കയറാൻ പോകുന്നത്. 23-ാം തീയതി ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ്. എൻ്റെ അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി ഞാൻ പറയുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊരു ജോലി കിട്ടിയെന്നുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും അമ്മ എന്നെ കൈപിടിച്ച് നടത്തി. അതുപോലെ തന്നെ 7-3 ഈ 2 നമ്പർ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. ഇവിടെ ഞാൻ സാക്ഷി എഴുതാൻ വന്നപ്പോൾ അവിടെ ഇരുന്ന ആ സാറിനോട് പറഞ്ഞു ഫസ്റ്റ് ഉടമ്പടി എടുത്ത ഡേറ്റ് എന്നാന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2023 ജനുവരി 7-ലാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. സെയിം അതേ ഡേറ്റിൽ തന്നെയാണ് ഞാൻ ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കുന്നതും. ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം ആവുകയാണ്. അതുകൊണ്ടാണ് ഈ 7-3 ഈ നമ്പർ എനിക്ക് അമ്മ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കൽ ഇത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അമ്മ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബ്രദറിനും ഒന്നും തന്നെ ഒരു ജോലിയില്ല. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പാടായിരുന്നു. അങ്ങനെ അവരുടെ കാര്യവും ഞാൻ ഉടമ്പടി വെച്ചു. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് ഒരു ടൈലറിംഗ് ഷോപ്പ് ഇട്ടു, അമ്മ ഒരു കമ്പനി കയറി, അനിയൻ പുറത്ത് പോയി. ഇപ്പോൾ ഏപ്രിലിൽ വരും, 1.5 വർഷമായും പോയിട്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു പൂക്കാലമാണ് തന്നത്. പരിശുദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാനിവിടുത്തെ പത്രം മേടിച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അടുത്തുള്ള അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അത് ക്യാഷായിട്ടാണെങ്കിൽ അങ്ങനെ,
ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിരുന്ന ഒരു അനാഥാലയമായിരുന്നു അവിടെ. ഞാൻ അവിടേക്ക് ഇവിടുന്ന് സ്റ്റോൾ ചെയ്ത ഒരു അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ചു കൊടുത്തു. അതിപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അതാണ് ഇട്ട് വെച്ചേക്കുന്നത്. അമ്മയുടെ ആ ഫോട്ടോയുടെ മുമ്പിൽ നിറച്ച് പൂക്കളിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പം എപ്പോൾ ചെല്ലുമ്പോഴും അവർ പറയും, അമ്മ വന്നതിൽ പിന്നെ അവിടെ യാതൊരുവിധ മുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആഹാരത്തിനായാലും എന്തെങ്കിലും ക്യാഷിന് അത്യാവശ്യം വരുമ്പോൾ കുറച്ചൊന്ന് വിഷമിപ്പിച്ചാലും ആ സമയത്ത് അമ്മ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് അവർക്ക് കൊടുക്കും. അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മൾ ചെല്ലുമ്പോൾ. അവർക്ക് അതായത് അവരുടെ റെൻ്റ് എന്ന് പറയുന്നത് 20,000 രൂപ വാടകയാണ്. അപ്പോൾ ഇടയ്ക്ക് അതിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരെന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പിന്നെ അവരുടെ റെസിപ്റ്റുമായിട്ട് പോയി ഓരോ വീടുകളിലും കയറി ഇറങ്ങി പൈസ പിരിച്ചു. 3,000 രൂപ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പിരിച്ച് അവർക്ക് കൊണ്ട് കൊടുത്തു. ഈ ജീവിതത്തിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കാര്യങ്ങളും ഞാൻ കൂടാറുണ്ട്, പ്രാർത്ഥന എന്നും ചെയ്യാറുണ്ട്. ഏറ്റവും നന്നായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ ആറാമത്തെ 7ാമത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു. അതിനു മുമ്പൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. പിന്നെ ഞാൻ ബൈബിള് വായിക്കും. ജപമാല മാസം തുടങ്ങിയത് പിന്നെ ഞാൻ ജപമാല എല്ലാ ദിവസവും ചൊല്ലും. എന്നെക്കൊണ്ട് ഒട്ടും പറ്റത്തില്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ജപമാല മുടക്കുന്നത്. ഞാൻ ബൈബിള് വായിക്കും. ബൈബിൾ എനിക്ക് തന്നത് ഞങ്ങളുടെ അവിടുത്തെ തന്നെ ഇടവകയിലെ ഒരച്ഛൻ്റെ ബൈബിളാണ്. വേറൊരു ആൻറ്റി എനിക്ക് മേടിച്ചു തന്നത്. ആ അച്ഛൻ കൊടുത്തതാണ്. ഇന്ന് ഞാൻ ഉടമ്പടി ബൈബിള് വായിക്കാറുണ്ട്. എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മിനി ജോജോ. ഇത് ഹസ്ബൻഡ് ജോജോ. ഇത് ഞങ്ങളുടെ മോള് അനയ മരിയ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. 19ാമത്തെ വർഷമായപ്പോഴാണ് ഞാൻ കൺസീവ് ആകുന്നത്. അതിനു മുമ്പ് 9/1/2020 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി ആദ്യം എടുക്കാതിരുന്നത്, ഉടമ്പടി എടുത്ത് 90 ദിവസമാണ് ഉടമ്പടിയുടെ കാലാവധി. അപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയുള്ള കാരണം കൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് ആദ്യം ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ ഓർമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, അപ്പം തന്നെ ഞാൻ കൺസീവ് ആകും. അപ്പം പിന്നെ ചിലപ്പം യാത്ര ചെയ്യാനൊന്നും പറ്റിയല്ലോ എന്നോർത്തുകൊണ്ടാണ് ഹസ്ബൻഡിനെ കൊണ്ട് ആദ്യം ഉടമ്പടി എടുപ്പിച്ചത്. കഴിഞ്ഞ 9/1/2020 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണുകയും ജോസഫച്ചൻ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഈശോയോട് പോയി പറഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ഈശോയുടെ അടുത്ത് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഈശോയോട് പറഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ലൊരു സുഗന്ധം കിട്ടുമായിരുന്നു മാതാവിൻ്റെ. അപ്പം ഞാൻ ഓർക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ മാത്രമാണോ അതെയോ ഫോമൊക്കെ കിട്ടുമ്പോഴാണ് അവിടെ ഇരിക്കുമ്പോഴും കിട്ടും. അത് കഴിഞ്ഞ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും എനിക്ക് സുഗന്ധം കിട്ടും. പിന്നെ ഇതിൽ പാസ് ചെയ്ത് പോകുമ്പോഴാണേലും കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പുതുക്കിയപ്പം എനിക്ക് 3 തിരിയാണ് കിട്ടിയത്. ആ 3 തിരി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 3 തിരിയാണ് കിട്ടിയത്, എന്തായാലും നമുക്ക് 3 കുഞ്ഞുങ്ങളെ തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മാസം തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാതാവ് ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് ഒന്നും പറഞ്ഞില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ മാസം തന്നെ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ കൺസീവായി. 2025 ഏപ്രിൽ 28 ഞങ്ങൾക്ക് ഈ മോളെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ എപ്പോഴും ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴാണേലും വയറിൽ തൈലം പറ്റിക്കൊണ്ട് പോകും. എന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ അവിടെ ഇരിക്കുന്ന റേഡിയോളജിസ്റ്റ് അല്ല സ്കാൻ ചെയ്യുന്നത്, അമ്മ വേണം വന്ന് എൻ്റെ കൂടെ വന്ന് സ്കാൻ ചെയ്യാനായിട്ട്. ഇത്രയും നാളായിട്ടും ഒരു കോംപ്ലിക്കേഷനും കൂടാതെയാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മാതാവ് തന്നത്. പിന്നെ എപ്പോഴും ഉപ്പും തൈലവും പറ്റിക്കൊണ്ടാണ് ഞങ്ങൾ എവിടെയാണേലും പോയിക്കൊണ്ടിരുന്നതും. രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 20 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും നമുക്ക് വീട് മാറിക്കൊടുക്കേണ്ടി വരും. വീട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ്.
അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വീട് കാണാൻ പോയി. OLXൽ ഇങ്ങനെ ഒരു വീട് കണ്ടു, വീട് കാണാൻ പോയി. കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഇതെല്ലാം. ഇതാണ് പറയുന്നത്, മാതാവ് തരുമ്പം എല്ലാം ഒന്നിച്ച് തരും എന്ന് പറയുന്നതിൻ്റെ ഞാൻ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. മാതാവ് തരുമ്പോൾ ഓരോരുത്തർ പറയും മാതാവ് തരുമ്പോൾ എല്ലാം ഒന്നിച്ച് തരുമെന്ന്. ഞാൻ അത് കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു മാതാവ് തന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് കുഞ്ഞിനെ തന്നു, വീട് തന്നു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 ലക്ഷത്തിന് മുകളിലുള്ളൊരു വീടാണ്. ആ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഹസ്ബൻഡിന് വീട് ഇഷ്ടമായി. അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞിന് ഇത് ഡെലിവറി ചെയ്തിരിക്കുന്ന സമയമായ കാരണം കൊണ്ട് ഞാൻ കാണാൻ പോയില്ല. ആദ്യം ഹസ്ബൻഡാണ് പോയത്. അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഹസ്ബൻഡിന് വീട് ഇഷ്ടമായി. ഹസ്ബൻഡ് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു വീട് കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു. മാതാവ് നമുക്ക് തരാനുള്ളതാണെങ്കിൽ തരുമെന്ന് പറഞ്ഞു. അതായത് ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 ലക്ഷത്തിന് മുകളിൽ വീടുണ്ട്. അതിൻ്റെ വില കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് മാതാവ് ബ്രോക്കറിലൂടെ ഇടപെട്ട് ഞങ്ങൾക്കത് വെറും ഒരു 41 ലക്ഷം രൂപയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് തന്നു. അതായത് ഞങ്ങൾക്ക് ആ വീട് ഉറപ്പിച്ചതിന് ശേഷം ആ വീട് ഓണർക്ക് ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. വില കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു അത്. ആ ബ്രോക്കറിലൂടെയാണ് മാതാവ് ഞങ്ങൾക്ക് ഇടപെട്ട് ബ്രോക്കർ പറഞ്ഞു ഇത് കൈ കൊടുക്കുക, ഇത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് ആ ഓണറോട് പറഞ്ഞിങ്ങനെ ഉറപ്പിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ആ വീട് കിട്ടിയത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2023 ഡിസംബർ 26 അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങൾ വാഗമണിന് ഒരു ട്രിപ്പ് എല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാറിൽ എൻ്റെ 2 ആങ്ങളമാരുടെ പിള്ളേർ, ചേച്ചിയുടെ 2 പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു തിരിച്ചു വന്ന വഴിക്ക് കാഞ്ഞാറെന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ഇറക്കമാണ്. കാറിൻ്റെ ബ്രേക്ക് ഫെയിലായി. വണ്ടി ഭയങ്കരമായിട്ട് സ്പീഡിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് പറഞ്ഞു പണി കിട്ടി പ്രാർത്ഥിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ പിള്ളേർക്കൊന്നും മനസ്സിലായില്ല, എന്താ പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഹസ്ബൻഡ് വളരെ ആത്മീയതയിൽ വളരുന്ന മനുഷ്യനാണ്. അപ്പോൾ അന്നേരം മീൻസ് എന്നെക്കാളും ഇതുണ്ട്. അപ്പം ഹസ്ബൻഡ് ഇത്രയും മനസ്സിൽ പ്രാർത്ഥിച്ചു. എനിക്ക് പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്, എനിക്ക് കൃപാസനത്തിൽ വരാനുള്ളതാണ് മാതാവേന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ ഒരു വഴി കണ്ടു, ആ വഴിയിലോട്ട് കാർ അങ്ങോട്ട് പറന്ന് കയറുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഒന്ന് സ്ലിപ്പാകുമായിരുന്നെങ്കിൽ താഴെ വലിയൊരു കൊക്കയായിരുന്നു. ഞങ്ങൾ 4 ഫാമിലി മൊത്തം തകർന്നു പോയേനെ, ആരും അവശേഷിക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ കൂടി നിന്നവർ ഇങ്ങനെ വന്നവർ ചോദിച്ചു ആർക്ക് എന്താ പറ്റിയേ, ആരെങ്കിലും മരിച്ചോ? കാരണം ആ വളവിൽ ഞങ്ങളുടേതൊരു 9ാമത്തെ ആക്സിഡൻ്റ് ആയിരുന്നു. ആ ആക്സിഡൻറ്റിൽ അതുവരെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വണ്ടിയിൽ മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച തൈലവും ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ആ ഇടപെടൽ കാരണം ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. ഇതാണ് കാറിൻ്റെ ഫോട്ടോ. ടയർ 4ഉം മുകളിലോട്ടായിരുന്നു. വണ്ടിയുടെ ചില്ലൊക്കെ പോയി, വണ്ടി മൊത്തം പോയി. പക്ഷേ ആർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഞങ്ങളെ രക്ഷിച്ചതിന് മാതാവിനോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തീരാത്ത നന്ദിയും കടപ്പാടുമാണ് കൃപാസന മാതാവിനോടുള്ളത്. ഞങ്ങളുടെ രൂപക്കൂട്ടിൽ തന്നെ മാതാവിനെ അത്രയേറെ ഇതോടുകൂടി ഈ ഈശോയുടെ സ്ഥാനത്തല്ല, ഈശോയുടെ സ്ഥാനം കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനൊരു സ്ഥാനം കൊടുത്ത് ഇരുത്തിയേക്കുവാണ്. ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളിവിടെ വന്ന് എനിക്ക് ഏറ്റവും ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ വളരുവാനുള്ള അനുഭവമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ചകളിലായാലും വർക്കിനിറങ്ങും. രാവിലത്തെ കുർബാന വൈകിട്ടത്തേക്കാക്കും, വൈകിട്ടത്തെ കുർബാന അടുത്ത ആഴ്ചത്തേക്കാക്കും. ഇതായിരുന്നു എൻ്റെ ശരിക്കുമുള്ള രീതി. പക്ഷേ ഇവിടെ വന്നു തുടങ്ങിയ ശേഷം കുർബാനയിലേക്ക് ശരിക്കും അടുക്കാനും എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് മാക്സിമം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാനും ഉള്ള അനുഗ്രഹം ഈശോ എനിക്ക് തന്നു എന്ന് ഞാൻ പറയും. മാതാവിൻ്റെ മധ്യസ്ഥതയെ തന്നു എന്ന് ഞാൻ പറയും. അതോടുകൂടി കുമ്പസാരിക്കാൻ ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പാപങ്ങൾ കേട്ട് പഠിച്ചു. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അല്ലാതെ
അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ മനസ്താപപ്പെടുകയോ ഒന്നും ചെയ്യാതെ കുമ്പസാരിച്ച് അച്ഛനോട് കുറച്ച് വാക്കുകൾ പറഞ്ഞ് കേൾപ്പിക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ കുമ്പസാരം. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കി അച്ഛൻ്റെ ടോക്കുകൾ കേട്ട് സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് കുമ്പസാരം, എന്താണ് നമ്മുടെ ആ കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഭംഗിയായിട്ട് അതിനോട് ജീവിക്കാൻ ശ്രമിക്കുകയും എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ പോയി 2 ആഴ്ചയിലൊരിക്കൽ തന്നെ കുമ്പസാരിച്ച് ഈശോയുടെ അടുക്കുവാനും ആ സ്നേഹത്തിൽ വളരുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. പിന്നീട് ഇവിടെ വന്നതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ അപേക്ഷ കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രേക്ഷിതനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈശോയ്ക്കും മാതാവിനും വേണ്ടി കൃപാസനത്തിലേക്ക് വന്ന് ഒരു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടെ പറയുന്ന എന്ത് ജോലിയും ചെയ്യുവാൻ തയ്യാറായി വരാനുള്ള കൃപ ദൈവം തന്നു. ഇതൊക്കെയാണ് എനിക്കുണ്ടായ ഏറ്റവും കൂടുതലുണ്ടായ അനുഭവങ്ങൾ. ഇതിനെ ഓർത്ത് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. കാരണം ഈ പ്രവൃത്തികളായിട്ട് വൃദ്ധസനത്തിൽ പോകുന്നുണ്ട്. പത്രമായാലും എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ മേടിക്കും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ട്രെയിനിൽ പോണ വഴിക്ക് തന്നെ ഓരോരുത്തർ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് കൂട്ടം നല്ലൊരു ജനമായി കഴിയുമ്പോൾ അവരോട് ഓരോരുത്തരോടും വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ വഴികളിൽ വരെ പത്രം കിട്ടിയിട്ടുണ്ട്. ഓരോ ബസ് സ്റ്റോപ്പിൽ വരെ എനിക്ക് അവിടെ നിന്ന് പത്രം കിട്ടിയിട്ടുണ്ട്. അവിടെ ആൾക്കാർക്ക് പറയാതെ കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു നോട്ടീസാണെന്നോർത്ത് ഇത് മേടിക്കും, കുറച്ച് നേരം ഒന്ന് മറിച്ച് നോക്കും, അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇടും ചിലപ്പം ചില ആൾക്കാർ. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുത്താൽ എന്നാൽ മാത്രമാണ് ആവശ്യക്കാരുടെ കയ്യിലെത്തുള്ളൂ നമ്മുടെ പത്രം. അതാണ് എൻ്റെ അനുഭവങ്ങൾ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. എനിക്കിവിടെ വരാൻ സാധിച്ചാലും ഇങ്ങനെ ഒരിടത്ത് നിൽക്കാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ സാധിച്ചാലും ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്ന 2024 7-ാം മാസം 17-ാം തീയതിയാണ്. ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു കൃപാസനം ഇവിടെ ഉണ്ടെന്നോ ഇത്രയും ജനങ്ങൾ ഭക്തിയോടുകൂടി വരുന്ന ഒരു സ്ഥലമാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേനാണ്, വിഷമഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഡിവോഴ്സിൻ്റെ ഒരു വക്കീൽ കോടതിയിൽ നിൽക്കുമ്പോഴാണ് അവിടെ എന്തോ ആവശ്യത്തിനൊരു പെൺകുട്ടി വന്ന് എൻ്റെ വിഷമം കണ്ടിട്ട്, അപ്പം ഞാനിങ്ങനെ എന്നെ വിളിക്കുന്ന കാത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ വിഷമം കണ്ടിട്ട് ആ ഒരു പെൺകുട്ടി വന്ന് ഇതുപോലൊരു പത്രം എൻ്റെ മുമ്പ് വെച്ച് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അണ്ണൻ്റെ കൂടെ ജീവിക്കണമെന്ന്, ചേച്ചിക്ക് അത്ര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പത്രം വാങ്ങിച്ചിട്ട് ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പറയുന്ന ഞാനതൊന്നും വിശ്വസിച്ചില്ല. അതിനൊന്നുമുള്ള ആ ഒരു അവസ്ഥയിലല്ലായിരുന്നു. ഒരുപാട് അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങളെ നടുവിലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പത്രം നിരസിച്ചതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആ മോളെടുത്ത് പറഞ്ഞ്, മക്കളെ ഈ പത്രം ഇപ്പം ഞാൻ വാങ്ങുന്നില്ല, ഇനി എന്നെങ്കിലും ഈ പത്രം എനിക്ക് വാങ്ങാൻ എനിക്ക് വിധി ഉണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുതന്ന് എൻ്റെ കയ്യിൽ എത്തുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ കൊച്ച് അങ്ങ് പോയി. അപ്പം നമ്മളിങ്ങനെ പിണങ്ങി കഴിയാണ്. 2ാമത്തെ കൗൺസിലിങ്ങിന് അവർ കോടതി വിളിച്ചപ്പോഴത്തേനും ഇദ്ദേഹം പറഞ്ഞ്, എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ ജീവിക്കണം, എനിക്ക് വേറൊരു ലോകമില്ല, എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് കോടതിയിൽ പറഞ്ഞ് അങ്ങനെ എഴുതി ഒപ്പിട്ട് നമ്മളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് കാരണമുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞിട്ട് പോയി അധിക കാലം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സ്ത്രീകളെ അവരൊരു കൂട്ടായ്മയായിട്ട് ഇവിടെ വരുന്നുണ്ട്. വണ്ടി വിളിച്ചാണ് വരുന്നത്, പേടിക്കാനൊന്നുമില്ല. അവർ വെളുപ്പാങ്കാലത്ത് 6 മണിക്കുള്ള ബസ്സിന് പോവും. പിന്നെ ട്രാവൽസിലാണ് വരുന്നത്. 700 രൂപ കൊടുത്താൽ മതി, പിന്നെ നമ്മളെ ചിലവ് മാത്രം നമ്മൾ നോക്കണം. അപ്പോഴും ഞാൻ ഇങ്ങനെ വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടുകാർക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, കണ്ടു. അപ്പോൾ ഇത്രയും ജനങ്ങളെ വിശ്വാസത്തോടു കൂടി വന്ന് പ്രാർത്ഥിക്കുകയും പലരുടെ അനുഭവങ്ങൾ ഇവിടെ സാക്ഷി പറയുകയും ചെയ്ത് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് അന്ന് തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അതിൻ്റെ ഫലമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും
ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പ് എല്ലാ പ്രശ്നങ്ങളും മാറി ഞങ്ങൾ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് നമ്മൾ വാടക വീടെടുത്ത് മാറി. വാടക വീടെടുത്ത് മാറിയപ്പോൾ എത്ര കാലം കൊച്ചുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്കൊരു സ്ഥലവും മാറി താമസിക്കാൻ നമുക്കൊരു വീടും വേണം. അപ്പം സ്ഥലം നമ്മൾ സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് സ്ഥലം വാങ്ങിച്ചു. പക്ഷേ വീട് വയ്ക്കാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വിഷമം ഓരോ രാത്രി കിടക്കുമ്പോഴത്തേനും നമ്മളിനി എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ച് പിന്നെ ഞാൻ വന്ന് ഇവിടെ 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി ഞാൻ എടുക്കുമ്പോഴത്തേന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ എനിക്ക് വീട് വേണം. എൻ്റെ കൊച്ചുങ്ങളാ ഞാൻ എത്ര നാൾ വാടാക്കി കിടത്തും, അമ്മേരെ അച്ഛൻ്റെ എല്ലാവരെയും വായിരിക്കുന്നത് കേൾക്കണം. അപ്പം എനിക്ക് സ്വന്തമായൊരു വീട് വേണം. എൻ്റെ ആസ്തിയില്ല. മാതാവ് എന്നെ അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കും പോലെ എന്നെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ വീട് വെക്കണമെങ്കിൽ പൈസ വേണ്ടേ, ലോൺ എടുക്കാമെന്ന് തീരുമാനിച്ചു. ലോൺ എങ്ങനെ കിട്ടും? എൻ്റെ നിലമേലത്തെ വസ്തു കൊണ്ടുവന്ന് ലോൺ വയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് അതിനുള്ള വരുമാനം ഇത്രയും തുക 6 ലക്ഷം രൂപയാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്കത് അടയ്ക്കാനുള്ള ഒരു വരുമാനമില്ല, എനിക്ക് ജോലിയില്ല. അപ്പോൾ ഇവരുടെ ജോലി പൈസ മാത്രം വെച്ചിട്ട് കുട്ടികളെ കാര്യം ചിലവും എല്ലാം കൂടെ ഇത് അടഞ്ഞു പോകത്തില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞ് ലോണ് തരൂലെന്ന്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരും കൂടെ വന്ന് എഴുതി ഒപ്പിട്ട് തരണമെങ്കിൽ മാത്രമേ ലോണ് തരാൻ പറ്റുമെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും ഒരു ശകലവും സമ്മതിക്കൂലായിരുന്നു. പിന്നെ എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചിട്ട് അവർ വന്ന് അവരും കൂടെ സാക്ഷി നിന്ന് ഒപ്പിട്ട് തന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലോൺ കിട്ടി. ഞങ്ങളെ വീടിൻ്റെ പണിയെല്ലാം തുടങ്ങി. കുറച്ച് പകുതി ഭാഗം ആയപ്പോഴത്തേനും പൈസകളൊക്കെ പല വഴിക്ക് തീർന്ന് പിന്നെ ഞങ്ങൾക്ക് മണ്ട വാർക്കാൻ വീടിൻ്റെ മേൽക്കൂര വാർക്കാൻ ഞങ്ങളെ പൈസ ഇല്ല. അതിലും ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ് എൻ്റെ മാതാവിനെ മാത്രമാണ് ഞാൻ അന്നും ഇന്നും ആശ്രയിക്കുന്നത്. എനിക്ക് പലരായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ആരെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഒരുപാട് പേര് സഹായിച്ചു. ഞങ്ങളിന്ന് ആ വീട് വാർത്ത് ഞങ്ങൾ ഒക്ടോബർ മാസം 24-ാം തീയതി കഴിഞ്ഞ ഒക്ടോബർ മാസം 24-ാം തീയതി ഞങ്ങൾ വീട്ടിൽ താമസമായി. പിന്നെ ഈ ലോൺ അടയ്ക്കാനായിട്ട് എനിക്ക് വഴിയില്ലാത്തതിൽ ഞാൻ ഒരുപാട് വിഷമിക്കുമ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ജോലിയല്ല, സർക്കാർ ജോലിയല്ല എങ്കിലും ഒരു മീൻ ചന്തയിൽ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ പോയി ജോലി ചെയ്താൽ എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടും. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു തുകയാണ്. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലായിരുന്നു എനിക്ക്. ഈ ഒരു ജോലി തന്ന ആ മനുഷ്യനോട് ഞാൻ ഇന്ന് നന്ദി പറയുന്നു. എൻ്റെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഒരുപാട് അപേക്ഷകൾ വെച്ചിട്ടുണ്ട്. എല്ലാം മാതാവ് എനിക്ക് നടത്തിത്തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. മാതാവും എൻ്റെ ഈശോയും മാത്രമാണ് എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഞാനിന്ന് ആവിയായി പോവേണ്ടവളാണ്. എൻ്റെ ഭർത്താവ് ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നതും എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി. ഞാൻ രാവിലെയും മീൻ കച്ചവടത്തിന് പോകുന്നുണ്ട് സ്കൂട്ടിയിൽ. അപ്പോൾ ഓരോ വീട്ടിലും എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഓരോ വീട്ടിലും പത്രം കൊടുക്കുന്നുണ്ട്. അവർ സന്തോഷമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ RCCയിൽ നമ്മൾ പോകുമ്പോൾ ആഹാരം നമ്മളെ കൊണ്ട് കഴിയുന്നത് വീട്ടിലുണ്ടാക്കിയല്ല, നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് ഇവിടെ വരുന്നത് പോലെ അവർ ഉണ്ടാക്കുന്നതിൽ ഞാനും പങ്കുചേർന്ന് എന്നാലാവുന്ന പൈസയായാലും സഹായം ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. മാതാവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച മാതാവ് നമുക്ക് എല്ലാം തരും. ഏത് വിഷമഘട്ടത്തിലും സമയഭേദമൊന്നുമില്ല, ഒരു സമയവും ഇല്ല. നമ്മൾ ഈശോനെയും മാതാവിനെയും പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം കിട്ടിയിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിന് യേശുവിനും നന്ദി. വിശുദ്ധ പൗലോസ് ഈശോയ്ക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട് ഈ സാക്ഷ്യം പറയാനൊരു അവസരം തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സുജാത, ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ വിഷ്ണുമായ. ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് 2023
ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. സ്മാർട്ടിൽ എൻ്റെ ഇടുപ്പിൻ്റെ എല്ല് ഫ്രാക്ചർ ആയതിനെ തുടർന്ന് എനിക്ക് ആ ഒരു ബട്ടക്സിൻ്റെ അവിടെ ആയതുകൊണ്ട് അവിടെ സർജറി ചെയ്യാൻ പറ്റില്ല. ബെൽറ്റ് ടൈറ്റായിട്ട് നടക്കാൻ പറഞ്ഞു. 5 മാസം റെസ്റ്റ് എടുത്തു. പക്ഷെ എന്നിട്ട് എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കൃപാസന മാതാവിൻ്റെ യൂട്യൂബ് കണ്ടു. സാക്ഷ്യത്തിലൂടെ ആൾക്കൊരു തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും എല്ലാം ഉപയോഗിച്ച് സമാധാനം കിട്ടുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി എനിക്കും ഇത് മാതാവിൻ്റെ അവിടെ വന്നാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ആരാധന, സാക്ഷ്യങ്ങൾ അതെല്ലാം കണ്ടു. അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ അസ്ഥി അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടിയും അസ്ഥി രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അവിടെ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് നല്ലതൊരു വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു. എന്നാലും ഒരു ഓട്ടോൻ്റെ സ്റ്റെപ്പോ ബസ്സിൻ്റെ സ്റ്റെപ്പോ ഒന്നും എനിക്ക് കയറാൻ പറ്റില്ല. ഈ മസിലിൽ പോയി സൂചി കുത്തുന്ന വേദനയായിരുന്നു. വീട്ടിൽ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ സമാധാനം കിട്ടും, പിന്നെ കിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉടമ്പടി എടുത്താൽ ഉടനടി പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഇവിടെ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് സ്റ്റെപ്പുകൾ ഇത്രയും മുകളിൽ കയറിപ്പോകുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ബസ്സിൻ്റെ ഓട്ടോയിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഞാൻ ഇത്രയും സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി. മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മരുന്ന് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. മാതാവിൻ്റെ തൈലൂപ്പും മാത്രമാണ് എനിക്കിത്രയും സഹിക്കുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ യേശുവിക്ക് 1000 നന്ദി പറയുന്നു. അടുത്തായിട്ട് എൻ്റെ മകന് ഒരു കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിക്കാനൊരു കിട്ടി. അവന് കമ്പ്യൂട്ടർ കിട്ടാൻ ഒരു ചാൻസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു. പക്ഷേ ആ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വയ്ക്കാത്ത കാരണം അത് റിജക്റ്റായി പോയി. അവസാനം ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പിട്ട് പോയി പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞതും അവർ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു, കമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട്, വന്നോളൂ പറഞ്ഞു. ആ മൗസിൻ്റെ കളർ തന്നെ മാതാവിൻ്റെ പച്ചത്തിരിൻ്റെയും വെള്ള ക്രീമിൻ്റെ ആയിരുന്നു. മാതാവ് തന്ന അത്രയും അത്ഭുതത്തിന് 1000 നന്ദി പറയുന്നു. അതേപോലെ ഞങ്ങൾ വീട് കയറ്റിയിട്ട് 18 വർഷമായിട്ടും വീട്ടിൻ്റെ പണി പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങളത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട് പണി പൂർത്തിയാക്കി തരണം മാതാവേ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് റോഡിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകിടുന്ന സമയത്ത് വാഷ് ബേസിന് മേലെ അന്നത്തെ ആ മാസത്തെ പത്രങ്ങൾ ഒരു കെട്ട് വാഷ് ബേസിന് മേലെ വെച്ചിരിക്കുമായിരുന്നു, കവറിന്ന് മാറ്റിയിട്ട്. അപ്പം ഞങ്ങളത് എടുത്തിട്ട് വാഷ് ബേസിന് മേലെ മാതാവിൻ്റെ പത്രം ഇരിക്കണമല്ലോ പറഞ്ഞ് അതെടുത്ത് വീട്ടിലെവിടെ എല്ലാവരുടെയും കൊടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കിട്ടിയ പത്രത്തിൻ്റെ കൂടെ അതിന് വെച്ചു. എറണാകുളമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു വിളി വന്നു, വീട്ടിലെവിടേക്ക് ടൈൽസ് വണ്ടി വരുന്നുണ്ട് റെഡിയാണോന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ പൂർത്തിയായി. മാതാവിൻ്റെ കൃപ കൊണ്ട് അതൊക്കെ നടന്നു കിട്ടി. പിന്നെ അടുത്തൊരു സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ മോൾക്ക് +2 ഇപ്പോൾ കഴിഞ്ഞ് അവൾക്ക് നീറ്റ് എക്സാം എഴുതണമെന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നീറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാനോ ക്രാഷ് കോഴ്സ് പഠിക്കാനോ ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഇവിടെ ആലപ്പുഴയിലൊരു സെൻറ്റർ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ മാതാവിൻ്റെ ആലപ്പുഴ സെൻറ്ററിൽ അവിടെ പോയി പരീക്ഷ എഴുതാൻ പോയത്. മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ച് എഴുതി. മോൾ ക്വാളിഫൈഡായി. മോൾക്ക് BSc ഓപ്റ്റോമെട്രിയും BSc നഴ്സിങ്ങിനൊക്കെ ആയിരുന്നു കൊടുത്തത്. പക്ഷെ അതിലൊന്നും ഒരു അലോട്ട്മെൻറ്റ് വന്നില്ല. പക്ഷേ അവസാന നിമിഷം കോളേജ് ഓപ്ഷൻ എല്ലാം കഴിഞ്ഞു. മാതാവിനോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഇനി ഏത് ഓപ്ഷനൊന്നുമില്ല കൊടുക്കാൻ, ഒന്നും വരാനുമില്ല, ഇനി എന്ത് ചെയ്യും മാതാവ്, എൻ്റെ മകൾ ഞാൻ എന്ത് പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മോള് ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ആയുർവേദ ഡോക്ടറിനുള്ള അലോട്ട്മെൻറ്റ് വന്നു. മാതാവിന് ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കൊടുക്കും. അവിടുത്തെ പാലിയേറ്റീവ് വാർഡിൽ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ സ്നാക്സ് അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് രോഗികളെ പോയി കാണും. അവിടുത്തെ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ മാതാവിൻ്റെ യേശുവിൻ്റെയും കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊരു അനുഗ്രഹം തന്ന് ഞാൻ നന്ദി പറയുന്നു.
നട്ടലിൻ്റെ ബെൽറ്റിൻ്റെ സാക്ഷിയാണ് അതെടുത്തത്. ഞാൻ ബെൽറ്റ് ഉപയോഗിച്ച് കിടക്കുമ്പോൾ പോലും ബെൽറ്റ് അഴിച്ചു വയ്ക്കാതെയാണ് കിടക്കാറ്. അപ്പോൾ ഇവിടെ ചേച്ചിൻ്റെ സാക്ഷ്യത്തിൽ കേട്ടു നട്ടലിൽ ബൾജായിട്ട് ചേച്ചി ബെൽറ്റ് ജവമാല റാലിയിൽ ബെൽറ്റ് ഇല്ലാതെ നടന്നതായിട്ട്. അപ്പോൾ മാതാവേ എനിക്കും ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പറ്റണേ എന്ന് പറഞ്ഞു. അപ്പോൾ 2024 ജവമാല റാലിയിൽ ഞാനും പങ്കെടുത്തു. ഇവിടെ ഒന്ന് ബെൽറ്റ് അഴിച്ചു വെച്ച് മാതാവേ ഞാൻ ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പോവാണ്, എന്നെ കാത്തോളണേന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അർത്തിങ്കിൽ പള്ളി വരെ ഞാൻ എങ്ങനെ നടന്നു എന്നറിയില്ല. അത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ മോളുടെ കിട്ടി, ഞാനിപ്പോൾ മോൾക്ക് കൊടുക്കാം. എൻ്റെ പേര് വിഷ്ണുമായ. ആദ്യം തന്നെ അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. നീറ്റ് എക്സാമിന് എനിക്ക് ക്വാളിഫൈ ആയതിൽ ഞാൻ അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് അമ്മ മാതാവിനെ രക്ഷിച്ച്. എനിക്ക് മെറിറ്റ് സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ ഒരു ക്രാഷ് കോഴ്സിൻ്റെ മുന്നിനും പഠിക്കാതെയാണ് പോയി എക്സാം എഴുതിയത്. അമ്മ ഉടമ്പടി എടുക്കുന്ന സമയത്താണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയത്. ഇവിടെ തന്നെ വന്നിട്ടാണ് എഴുതിയത്, ആലപ്പുഴ സെൻറ്ററിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിൽ ക്വാളിഫൈ ആയി. അച്ഛനെ ഇവിടെ വന്ന് അലോട്ട്മെൻറ്റ് ലിസ്റ്റെല്ലാം അച്ഛൻ്റെ കൊടുത്ത് അച്ഛൻ നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 25 ഇവിടുത്തെ ജവമാല റാലി. ഞാനും ജവമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 27 റിസൾട്ട് വരികയും എനിക്ക് BAMSന് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇത് തന്ന അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. ഞാനും അമ്മയും കൂടി ചേർന്നിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ്. ഹോസ്പിറ്റലെല്ലാം കൊണ്ട് കൃപാസന പ്രവർത്തനങ്ങളെല്ലാം വിതരണം ചെയ്യായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ശേഷം 2 നേരം പ്രാർത്ഥന, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ആൾക്കാരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അതെല്ലാം ദൈവത്തിൻ്റെ കൃപയും മാതാവിൻ്റെ യേശോപ്പിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ മാറ്റണം. എൻ്റെ മക്കളെയും എല്ലാവരും ഉടമ്പടി ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ വളർത്തി തരണമേ എന്ന് മാത്രമാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ 2ാമത്തെ വട്ടമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ കയറുന്നത്. അതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്കിത് പറയാൻ ഇച്ചിരി സമയമെടുത്തു. അതോർത്ത് ഞാൻ മാതാവിനോടും ഈശോയോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 18 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ പുതുക്കൽ തൊട്ട് മുന്നായിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് സാധാരണ വരുന്ന പോലെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അപ്പം പെണ്ണുങ്ങൾക്കിത് ഒരു പതിവാണ് യൂറിനറി ഇൻഫെക്ഷൻ. അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി. ഞാൻ ആദ്യ ട്രിപ്പ് ആൻറ്റിബയോട്ടിക് എടുത്തു, എനിക്കൊരു കുറവും കണ്ടില്ല. തൽക്കാലത്തിന് എനിക്കൊരു ആശ്വാസം കിട്ടി. അതുപോലെ തന്നെ തൊട്ടടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു. ഞാൻ പോയി ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. കൂടാതെ 2 ആൻറ്റിബയോട്ടിക്, രാവിലെയും വൈകിട്ടും കഴിക്കുന്ന 2 ആൻറ്റിബയോട്ടിക് എടുത്തു. അതൊന്നും എനിക്ക് താൽക്കാലികമായ ഒരു സൗഖ്യം കിട്ടി. ഇതുപോലെ എനിക്ക് മാറി 6 മാസം കൊണ്ട് 12 വട്ടമാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വേദനയെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വേദനയായിരുന്നു. ഞാൻ ഉറങ്ങാത്ത രാത്രികൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ 6 മാസം. ഓരോ വട്ടം പീരിയഡ്സ് ആവുന്നതിന് മുമ്പും ശേഷവുമാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അസഹനീയ വേദനയായിരുന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയത്ത് എനിക്ക് ആകെപ്പാടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു കൊന്ത മാത്രമാണ്. ഈ കൊന്ത ചൊല്ലിയാണ് ഞാൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ ഉറങ്ങുന്നില്ല എന്ന് കണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുന്നവരെ കൂടെ ഇരുന്നിട്ടായിരുന്നു അമ്മ എണീറ്റ് പോകുന്നത്. അത്രയ്ക്ക് ഞാൻ വേദന സഹിച്ചു. ആദ്യമൊക്കെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന അടുത്തുള്ള ചെറിയ ആശുപത്രികളിലാണ്. പിന്നെ ഞാൻ ഗൈനക്കോളജിയെ കൊണ്ട് കാണിച്ചു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഒരുവിധ പ്രശ്നവും, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. എൻ്റെ ശരീരഭാരത്തിന് ഞാൻ കുടിക്കേണ്ടത് ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളമാണ്. ഞാനത് 4 ലിറ്റർ അളവിലേക്ക് കൂട്ടി. 2 ലിറ്ററിൻ്റെ 2 കുപ്പിയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്കിതിന് ഒരു ശമനവും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാനിതുപോലെ എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഞാൻ തല ഇറങ്ങി വീണു. കൂട്ടുകാരൊക്കെ പേടിച്ചു. അങ്ങനെ എൻ്റെ അപ്പനെ അമ്മയെ ഹോസ്റ്റലിലേക്ക് വരുത്തിച്ചു. ഇവൻ എന്നെ തൊട്ട് താഴത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് ഇത്രയും വട്ടം വന്നിട്ട് നിങ്ങൾ എന്നാ വരാത്ത, 7ാമത്തെ 8ാമത്തെ പ്രാവശ്യമായി ഇത് വന്നിട്ട്, ഇത്രയും വട്ടം വന്നിട്ട് നിങ്ങൾ എന്നെ മങ്ങളെ ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ വരാഞ്ഞത്, ഒരു യൂറോളജി വന്ന് കാണാഞ്ഞെന്ന് ആദ്യമേ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്.
ഡോക്ടർ എന്നിട്ട് രാവിലെ 2 ആൻറ്റിബയോട്ടിക്കും വൈകിട്ട് ഒരു ആൻറ്റിബയോട്ടിക്കുമായിട്ട് അതിൻ്റെ ഡോസേജ് കൂട്ടി. ഞാൻ ഇതിൻ്റെ പകുതിയായിപ്പോയി. ആൻറ്റിബയോട്ടിക് മാത്രം കഴിച്ചതിൻ്റെ പകുതിയായി. ഒരു ദിവസം ഞാൻ 5 to 6 മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ 5 to 6 മരുന്ന് ഒരു ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മരുന്ന് കഴിക്കുക മാത്രമായിരുന്നു ആശ്രയം. മരുന്ന് ഒരു നേരം ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഞാൻ നിൽക്കുന്നത് കാണാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എക്സാം വരുന്നുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു PG സ്റ്റുഡൻ്റ്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനുകളെല്ലാം എനിക്കുണ്ട്. ഇതെല്ലാം ഞാൻ സഹിച്ച് ഞാൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും കൊടുത്ത് ഞാൻ സഹിച്ച് നിൽക്കുമായിരുന്നു. ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കുറവില്ല. ഇതുപോലെ 2ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ ഞാനിതെല്ലാം കഴിച്ച് റെഡിയായെന്ന് എനിക്ക് തോന്നി. ഞാൻ മരുന്ന് നിർത്തി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു റെഡിയായെന്നാണ് തോന്നി, നമുക്ക് മരുന്ന് നിർത്തി നോക്കാമെന്ന് പറഞ്ഞ് മരുന്ന് നിർത്തിയപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും അതിൻ്റെ ഇരട്ടിക്കായിട്ടുള്ള വേദനയിലാണ് ഇത് വരുന്നത്. ഞാൻ ഇങ്ങനെ പോലും നിൽക്കത്തില്ല, ഞാൻ നിന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. എനിക്ക് നടുവും ഈ വയറും കൂട്ടിയായിരുന്നു വേദന. എനിക്കിങ്ങനെ മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരാളോട് വേണ്ടി അവർ ചോദിക്കുന്ന കൂഞ്ഞാണോ എന്ന് ആദ്യമേ ചോദിക്കുന്നത്, ഇത്രയും പക്കമുള്ളുണ്ട് മോക്ക് കൂഞ്ഞാണോ എന്ന്. പക്ഷെ അല്ല, എനിക്ക് വേദന കാണാൻ എനിക്ക് നിവർന്ന് പോലും നിൽക്കത്തില്ല അവസ്ഥയിലോട്ട് ഞാൻ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് വന്നാലും അഡ്മിറ്റ് ആക്കും, അടുത്ത പ്രാവശ്യം അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. 5 ദിവസത്തെ കോഴ്സാണ്, രാവിലെയും വൈകിട്ടുമായിട്ട് 2 ഇഞ്ചക്ഷൻ വെച്ച് ഞാൻ എടുക്കാൻ പോവാം. സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിത് പിടിച്ചിടണമെന്ന് പറഞ്ഞു. എനിക്ക് ഇളയതുങ്ങൾ 3 പേരാണ്, 2 കുഞ്ഞു പിള്ളേരാണ്, പിന്നെ ഇവൻ ഒരാളത്. അപ്പോൾ അവരെ ഇട്ടിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാൻ മാത്രമുള്ളൊരു സാഹചര്യം അപ്പോൾ വീട്ടിലില്ലായിരുന്നുകൊണ്ട് അന്ന് എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു പറ്റത്തില്ല ഡോക്ടറെ, വീട്ടിൽ ഇവളുടെ ഇളയതുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഞാൻ മരുന്നിൻ്റെ ഡോസേജ് കൂട്ടാം. 6 to 7 ആയിരുന്നു എൻ്റെ ഡോസേജ്. ഡോക്ടർ ഇത് 10 ആക്കി. വീണ്ടും മരുന്ന് തന്നെ ആശ്രയം. മരുന്ന് നിർത്തി അപ്പവേദന, തലകറക്കം, ഛർദി, പനി എല്ലാം ഒരുമിച്ച് വരും. അങ്ങനെ എൻ്റെ ക്ലാസ് ടീച്ചറാണ് പേരൻസ് മീറ്റിങ്ങിന് വന്നപ്പം എൻ്റെ അപ്പനോടും അമ്മയോടും പറയുന്നത്, കോട്ടയത്തൊരു പ്രമുഖ ആശുപത്രിയാണ്, ആ ആശുപത്രിയിലെ ഡോക്ടർ സീനിയർ ആയിട്ടുള്ള യൂറോളജിസ്റ്റാണ്. പുള്ളിക്കാരൻ റിട്ടയർ ആയിട്ടും ആ ഹോസ്പിറ്റലുകാർ പിടിച്ച് നിർത്തിയേക്കുക, കാരണം പുള്ളിക്കാരൻ്റെ അടുത്ത് പോകുന്ന കേസുകളൊന്നും പാഴായി പോകത്തില്ല എന്നും പറഞ്ഞ് എൻ്റെ അപ്പൻ കുറേ പേരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് നല്ല ഡോക്ടറാണ്, കേരളത്തിലുള്ള ഡോക്ടറാണ്, കുഴപ്പമൊന്നുമില്ല, കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ ഫയലൊക്കെ ആയിട്ടാണ് ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുന്നത്. ആദ്യത്തെ സെറ്റ് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട്, ഇങ്ങനെ അവരുടെ യൂറിൻ കളക്ട് ചെയ്തേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തന്നെ വലിയൊരു തെറ്റാണ്, അങ്ങനെയല്ല യൂറിൻ കളക്ട് ചെയ്യേണ്ട, വേറെ രീതിയിലാണെന്നും പറഞ്ഞു. എനിക്ക് യൂറിൻ കൾച്ചറും യൂറിൻ ടെസ്റ്റും ചെയ്യാനായിട്ട് എനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് വന്ന് എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ യൂറിൻ കൾച്ചർ ടെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് നേഴ്സ് ചോദിച്ചു മോക്ക് എന്നാ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷനാണ്. അപ്പം ആദ്യമേ പറയുമ്പോൾ എല്ലാവർക്കും ആദ്യത്തെ വട്ടം വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ അല്ല, അത്ര പ്രശ്നമൊന്നും കാണത്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേഴ്സ് സിസ്റ്ററിനോട് ചോദിച്ചു 8ാമത്തെ പ്രാവശ്യം. ഞാൻ പറഞ്ഞു ഇതെൻ്റെ 11ാമത്തെ പ്രാവശ്യം എനിക്കിത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്ററും ചോദിച്ചു അതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഇതുവരെ എനിക്കൊരു വഴി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഇതൊക്കെ സിസ്റ്ററിനോട് പറഞ്ഞു. കാരണം എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് വന്നയാൾക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അത്രയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വേദന ഞാൻ സഹിച്ചല്ലോ എന്നോർത്ത് എനിക്ക് തന്നെ അത്ഭുതമുണ്ട്. അന്നൊരു സിസ്റ്റർ യൂറിൻ ട്യൂബ് വഴിയിട്ട് യൂറിൻ കളക്ട് ചെയ്യുമായിരുന്നു. യൂറിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് യൂറിന് ടെസ്റ്റിന് കൊടുത്തിട്ട് ഞാൻ അപ്പനും തിരിച്ചു വന്നു. 10 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ, ഞാനും അമ്മയും കൂടെ അകത്തോട്ട് കയറി ചെന്നു. ഡോക്ടർ എന്നെ കണ്ടത് കുറച്ച് നേരം പുള്ളിക്കാരൻ എന്നെ അമ്മയും മാറി കുറേ നേരം നോക്കി. എന്നിട്ട് പുള്ളിക്കാരനുള്ള ഫയൽ അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ചൊക്കെ നോക്കിയിട്ട് പറയും എനിക്കിതിലൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ, പക്ഷെ മോൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് താനും, ഇതെന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഇതിലൊരു കുഴപ്പവും എനിക്ക് കാണുന്നില്ല, നമുക്ക് ഒരു ടെസ്റ്റും കൂടെ ചെയ്യാം, ഇതിൽ കൺഫേം ആകും, എന്നാ പ്രശ്നമെന്ന് കൺഫേം ആകുമെന്ന് ഡോക്ടർ പറയും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ഞാൻ അന്ന് തൊട്ട് ലൈറ്റ് കാൻഡിൽ പ്രയർ ഇടുമായിരുന്നു. ആഴ്ച 1 ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ ഇതേ ചൊല്ലിയിടും. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അതിലേക്ക് 1 തുള്ളി ഉപ്പ്, ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ 1 തുള്ളി ഉപ്പ്, തൈലം ഇതൊക്കെ ഇട്ട് ഞാൻ എന്നും വെള്ളം കുടിക്കും. ഞാൻ എൻ്റെ അടിവയറ്റിലും നടുവിലും ഞാൻ തൈലം പുരട്ടുമായിരുന്നു. ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ പോലും ഞാൻ തൈലം ഉപ്പിടാതെ കുളിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. എനിക്ക് എങ്ങനെയല്ലേ ഈ വേദന മാറ്റിത്തരണം, എൻ്റെ ആകെ ലക്ഷ്യം എൻ്റെ മാതാവ് ഈശോൻ്റെ ഈ വേദന മാറ്റിത്തരണം എനിക്ക് 100% ഉറപ്പായിരുന്നു. ആ ഉറപ്പിൻ്റെ മണ്ട എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നോ ലേപനവുമല്ല, നിൻ്റെ സൗഖ്യമാണ്, അല്ലെങ്കിൽ നീ തരുന്ന സമാധാനമാണ് എൻ്റെ സൗഖ്യം എന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ടെന്നും പോകുമായിരുന്നു. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതെന്നും ചെയ്തു. അവിടെ അപ്പം 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാനും അമ്മയും കൂടെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാ. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു മോക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ
ഈ ടെസ്റ്റിൽ മോൾക്ക് ഒരു കുഴപ്പം കാണിക്കുന്നില്ല, ഇതിന് മുമ്പിലെ ടെസ്റ്റ് വരെ കുഴപ്പം കാണിക്കുന്നുണ്ട്, ഒരു കുഴപ്പം കാണിക്കുന്നില്ല. എന്നോട് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു, നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരു മരുന്നും കൂടെ തന്നു. 10 ദിവസത്തേക്ക് ഇത് കഴിച്ചോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, മോള് വണ്ടി ഓടിക്കാൻ പാടില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വണ്ടിക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു, എന്നതായത് വരാൻ കാരണം എന്നാന്ന് പറയുന്നില്ലല്ലോ, പക്ഷെ ഒരു മരുന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പം എൻ്റെ അപ്പം പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് മാതാവ് എടുത്ത് മാറ്റിയത്, നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, അത് മാറി എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തോടെ തന്നെ വീട്ടിൽ വന്നേ. ആ ദിവസം ഞാൻ മരുന്ന് കഴിച്ചു. അപ്പം ഞാൻ ആ ആഴ്ച ഫുൾ ലീവാണ്. ആ ദിവസം ഞാൻ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചിട്ട് ഞാൻ രാവിലെ ഒന്നും കിടന്നുറങ്ങാത്ത ആളാണ്. അതായത് 11 മണി കഴിഞ്ഞ ശേഷം ഉറക്കം വരുന്നത് സാധാരണയായിരുന്നു എനിക്ക്. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരിക്കലും ഞാൻ ഉറങ്ങത്തില്ല. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. എൻ്റെ ചുണ്ടൊക്കെ ഉണങ്ങി വരേണ്ടി വരിക. എത്ര വെള്ളം കുടിച്ചിട്ട് എനിക്ക് ആ ദേഹത്തെ ഡ്രൈനെസ് മാറുന്നില്ല. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോരം മരുന്ന് കഴിച്ചു. ഞാൻ ഗൂഗിൾ ചെയ്തേ നോക്കിയിട്ടില്ല. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഡിപ്രഷനുള്ള മരുന്നാണ്. എൻ്റെ സകലമായ സമാധാനം അവിടെ നഷ്ടപ്പെട്ടു. എനിക്ക് അവസാനം എന്നെ വലിയ ഡിപ്രഷൻ രോഗിയാക്കിയ പോലെ എനിക്ക് തോന്നി. ഞാൻ ആ മരുന്ന് അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ ഈ മരുന്ന് എനിക്ക് കഴിക്കത്തില്ല, ഞാനിത് ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടും എൻ്റെ ഉടമ്പടിയുടെ ശക്തി കൊണ്ട് ഞാൻ ഈ രോഗം എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തരുന്ന വിശ്വാസത്തോടെ തന്നെ ഞാൻ നിന്നു. മാതാവിനോട് ഈശോയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥനകളെല്ലാം ചൊല്ലി കൃത്യം ഇത് മാത്രം വെച്ച് ചൊല്ലുമായിരുന്നു. അങ്ങനെ മാതാവ് എൻ്റെ ആ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവസാനമായിട്ട് വന്നത്. പിന്നെ ഇതുവരെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 6-7 മാസം കാലഘട്ടമായിട്ട് ഞാൻ യൂറിനറി ഇൻഫെക്ഷനായിട്ട് നടക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു Big 4 കമ്പനിയിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ കോളേജിൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് വരുന്നത്. ഞാൻ പഠിക്കുന്നത് ഒരു മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോളേജിലാണ്. എനിക്ക് മാതാവിനെ എനിക്കറിയാവുന്ന ആളുടെങ്കിൽ മാതാവിനെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ആ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എനിക്ക് മാതാവിൻ്റെ പേരുള്ള കോളേജിൽ തന്നെ PG പഠിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ എങ്ങനെ തന്നെ എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് വരുന്നൊരു Big 4 ആണ്, ഡെലോയിറ്റ് ആണ് കമ്പനിയുടെ പേര്. ആ കമ്പനിയിൽ കിട്ടാൻ നല്ല പാടെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മുടെ കാലിബറിന് അപ്പുറത്ത് നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മളത് ക്ലിയർ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം 11ാമത്തെ പ്രാവശ്യം എൻ്റെ യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞാൻ ഇരിക്കുക. അന്ന് രാവിലെ ഞാൻ കുറേ ഛർദ്ദിച്ചു. എന്നിട്ട് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. എൻ്റെ വികാരിയച്ഛനെ അടുത്ത് ഞാൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അച്ഛൻ പോലും അറിയുന്നത്, ഇത്രയും വട്ടമായിട്ട് ഈ കൊച്ചിനിത് വന്നു, അച്ഛൻ അറിഞ്ഞില്ലല്ലോ എന്ന് അച്ഛൻ ഞങ്ങളോട് പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, പൊക്കോ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഡ്രസ്സ് മാറി എൻ്റെ യൂണിഫോം എടുത്തിടണം, ഇൻ്റർവ്യൂ യൂണിഫോം എടുത്തിട്ടു. ഞാൻ അപ്പം തന്നെ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ലാപ്ടോപ്പ് ഞാൻ തുറന്നു. ലാപ്ടോപ്പ് തുറന്ന ശേഷം ഞാൻ ഇതിന് മുമ്പ് ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. ഒരു ചേച്ചി ഇൻ്റർവ്യൂ കൂടിയത്. ചേച്ചി ഉപ്പ് വിതറി, ലാപ്ടോപ്പിൽ ഉപ്പ് വിതറി, തൈലം ലാപ്ടോപ്പിൽ തൂത്തു, ചേച്ചിയുടെ നാക്കയിലും നെറ്റിയിലും തൂത്തുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള മൊത്തം ഉപ്പും ഇത്ര ഉപ്പ് എടുത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ചാലിച്ച് ലാപ്ടോപ്പിൻ്റെ മണ്ടയിലോട്ട് ഇട്ടു. മണ്ടത്തരം വന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ പോകാൻ വഴിയില്ല. അതിൻ്റെ മണ്ടയിലോട്ട് ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ തൈലം എടുത്തിട്ട് ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ സൈഡിൽ തേച്ചു, എൻ്റെ നെറ്റിയിലും തേച്ചു, എൻ്റെ അടിവയറ്റിൽ ഞാൻ 2 ഹോട്ട് വാട്ടർ ബാഗ് വെച്ചായിരിക്കുന്നു, ഒരെണ്ണം പുറകിലും ഒരെണ്ണം ഫ്രണ്ടിലും. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന ഞാൻ ഇൻ്റർവ്യൂ കൂടുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എനിക്കിങ്ങനെ നിവരാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്ന ഞാൻ കൂടുന്നത്. 12 ആദ്യത്തെ GD സെക്ഷനായിരുന്നു. എൻ്റെ ഭാഗ്യത്തിനാണോ അതോ എനിക്ക് തന്നൊരു ദൈവാനുഗ്രഹമാണെന്ന് അറിയത്തില്ല. ഞാനൊരു MCOM സ്റ്റുഡൻറ്റാണ്. എൻ്റെ കൂടെ അന്ന് സ്ലോട്ടിലുണ്ടായിരുന്ന മൊത്തം BCOM പിള്ളേരായിരുന്നു. അപ്പോൾ എനിക്കവിടെ പ്രിഫറൻസ് ഉണ്ടായിരുന്നു എന്ത് സംസാരിച്ചാലും. അപ്പോൾ ഞാൻ GDയിൽ ക്വാളിഫൈ ആയി. ആദ്യത്തെ GD റൗണ്ട് ഞാൻ ക്വാളിഫൈ ആയി. അതിനുശേഷം 2ാമത്തെ റൗണ്ട്, അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കൊന്തയും ഒരു ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചേക്കുക. എന്ത് വന്നാലും ഞാൻ അങ്ങനെ ഇറുക്കി പിടിച്ചോണ്ട് ഞാൻ പറയുന്നത്. 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അപ്പം മൊത്തം 359 പിള്ളേരായിരുന്നു ഡെലോയിറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റഡായത്. ആദ്യമേ കുറേ സെക്ഷൻ ആപ്റ്റിറ്റ്യൂഡിൽ കളഞ്ഞു, 2ാമത്തെ സെക്ഷൻ GD കളഞ്ഞു. ഇനി 3ാമത്തെ സെക്ഷനാണ് ഇൻ്റർവ്യൂ. 129 പിള്ളേരിൽ 29 പിള്ളേർ അവർക്ക് 29 പിള്ളേരെ മതി, അതിൽ കൂടുതൽ പിള്ളേരെ എടുക്കത്തില്ല. ഞാൻ കുറേ പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോൾ ഈശോയുടെ മാതാവിനോട് ഞാൻ പറയുന്നുണ്ട്,
ഞാൻ ഇത്രയും വേദന തിന്നതാണ്, ഈ ഇത്രയും മാസകാലം കൊണ്ട് ഞാൻ കുറേ വേദന തിന്നത്. എനിക്ക് എന്ത് വന്നാലും നീ എനിക്ക് ഈ ജോലി തരണം, ഉറപ്പായിട്ടും തരണം, ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാലറിയാം, ഞാൻ കരഞ്ഞ് ഒരു വേറെ കോലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഞാൻ 12:30 എൻ്റെ ഇൻ്റർവ്യൂ സ്ലോട്ട് വന്നു, പക്ഷെ അവർ വന്നപ്പോൾ 1:30 അതിന് മുമ്പ് ഇൻ്റർവ്യൂ കൂടിയ ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞത് ഞങ്ങളോട് ഒത്തിരി ഒന്നും ചോദിച്ചില്ല, 5 ടെക്നിക്കലും 5 HR പിന്നെ അവർ പൊക്കോളാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പ്രതീക്ഷയില്ല. ഓഡിറ്റ് അസിസ്റ്റൻ്റാണ് ഡെസിഗ്നേഷൻ. അപ്പം ഞാൻ അത് വെച്ച് ഞാൻ ChatGPTയിലിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുക, ഏതാ ചോദിക്കാൻ അറിയത്തില്ലല്ലോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു എനിക്ക് എളുപ്പമുള്ളത് എന്നോട് ചോദിക്കാവുള്ളൂ, എന്ത് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നുള്ളൊരു ശക്തി ഇവിടെ തലകറിയും കിടക്കാനൊന്നും പറ്റരുതേ മാതാവെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം 1:30 ആയപ്പോൾ എൻ്റെ സ്ലോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൂമിലിരിക്കുക. ഞാൻ അച്ഛനും അമ്മയും പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛാ അമ്മ സ്ലോട്ട് വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണെങ്കിക്കോളാൻ പറഞ്ഞു. ഇവർ അപ്പം തന്നെ നീലത്തിരിയും പച്ചത്തിരിയും കൂടെ ഒരുമിച്ച് കത്തിച്ച് ഇവർ പ്രത്യക്ഷണ പ്രാർത്ഥന ഉറക്കെ ചൊല്ലുന്നുണ്ട്. എനിക്ക് അത് മാത്രമേ അവിടെ ഒരു ആശ്വാസം. ഒരാൾ ഒരു സൈഡിൽ നിന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൂടുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ സ്ലോട്ടിൽ വന്നത് ഒരു മാഡവും ഒരു സാറുമാണ്. 2 പേരാണ് എനിക്ക് വന്നത്. ബാക്കിയുള്ളവർക്ക് ഒരാൾ വന്നപ്പോൾ എനിക്ക് 2 പേരാണ് വന്നത്. ആദ്യം എന്നോട് പേര് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു, ഇതൊക്കെ ചോദിച്ചു. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്നാ ഫ്യൂച്ചറിൽ പരിപാടികൾ എന്നൊക്കെ ചോദിച്ചു. എന്നെ ആദ്യം ഒന്ന് കാമാക്കിയവർ. അപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി ഒരു സമാധാനം കിട്ടി. എന്നെ ഒന്ന് കാമാക്കിയല്ലോ എന്നോർത്ത് എനിക്ക് സമാധാനം കിട്ടി. എന്നിട്ട് എന്നോട് ഇവർ 2 പേരും കൂടെ ഇങ്ങനെ റാപ്പിഡ് ഫയർ പോലെ മാറി ചോദിക്കുക. ഞാൻ +1 കൊമേഴ്സ് തൊട്ട് പഠിച്ചത് തേർഡ് ഇയർ BCom വരെ പഠിച്ച കാര്യങ്ങൾ എന്നോട് മാറി ചോദിക്കുക. ഇന്നലെ പഠിച്ച പോലെ എനിക്കിന്ന് പറയാൻ ഓർമ്മ കാണത്തില്ല, പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, ഇത് പറ അത് പറ. പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എന്നോട് അക്കൗണ്ട്സിനെ കുറിച്ച് ചോദിച്ചു. എനിക്കറിയാം അതൊക്കെ ഞാൻ പറഞ്ഞ തെറ്റ്, കാരണം അതൊക്കെ മറന്നുപോയായിരുന്നു. എന്നിട്ട് ഞാൻ ഫുൾ കോൺഫിഡൻസിൽ ഞാൻ ആ തെറ്റ് പറയുക, എന്നിട്ട് അവരത് കറക്റ്റാണെന്നും പറയുക. അത് ഏറ്റവും വലിയ ഇത്. അത് ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണെന്ന് പറഞ്ഞാൽ അവർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ ഇവർ രണ്ടോട് മാറി 25-30 അടുത്ത ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ച് എന്നോട് ഒറ്റ കാര്യം ചോദിച്ചു, ഇവിടെ വന്നു കഴിഞ്ഞാൽ CA ഞങ്ങൾ എടുക്കാൻ പറയും, എടുക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കാം, എനിക്ക് പ്രശ്നമില്ല, ഞാൻ എടുത്തോളാം, പഠിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മാമിനോട് പറഞ്ഞു ഓക്കെ ദെൻ വിൽ സീ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇത് കട്ട് ചെയ്തിട്ട് പോയി. ഞാൻ ഇറങ്ങി വന്ന് ഞാൻ കരയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു എന്നോട് കുറേ ചോദ്യം ചോദിച്ചു, പറഞ്ഞെല്ലാം തെറ്റായിരുന്നു അമ്മ, എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ ഉള്ളിലൊരു മുള്ളുണ്ട്, ആ മുള്ളെടുത്ത് മാറ്റാൻ മാതാവായിട്ട് ഒരു വഴി ഒരുക്കുന്നതെന്ന് മാത്രം നീ ഓർത്താൽ മതി, വേറൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കുറേ ചോറ് ഇവർ വാരിത്തന്നു, എന്നൊക്കെ എന്നെ കൊണ്ട് തീറ്റിച്ച് എന്നെ കടത്തി ഉറക്കി. ഞാൻ കിടന്ന് ഉറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങി. അത്രയും ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാത്തൊരുറക്കം ഞാനന്ന് ഉറങ്ങി. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ല മാതാവ് ഇതല്ലെങ്കിൽ അടുത്ത് എനിക്ക് കരുതി വെച്ചിട്ടുള്ള വിശ്വാസത്തോട് ഞാൻ കടന്ന് നല്ല രീതിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കുന്ന 5:30 മണിയാണ് എഴുന്നേറ്റപ്പോൾ. അന്നുമായിട്ട് ഞാൻ റിസൾട്ട് വരും. ഞാൻ 5:30 എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു 10-36 വാട്സപ്പ് മെസ്സേജ്, ഒരു 10-25 മിസ് കോൾ. ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ എടുത്തിട്ട് ആദ്യമേ കണ്ടത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ എന്നെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അവനെ ആദ്യമേ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നാ വേണം, ഏറ്റവും വലിയ കമ്പനിയിൽ പ്ലേസ്ഡ് ആയില്ലെന്ന് അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ചുമ്മാ എടി പ്ലേസ്ഡ് ആയി, നിൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റഡാ, നീ 29 നീ ഒരാളാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവനോടൊന്നും പറഞ്ഞില്ല, ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്ത് PDF തുറന്ന് നോക്കിയപ്പം ആദ്യമേ കണ്ടത് എലിസബത്ത് തോമസ്, എൻ്റെ പേര് ഞാൻ ആദ്യമേ കണ്ടത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഞാൻ ഇവരെ അപ്പനെ അമ്മയും കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു കിട്ടി, ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ബലമായിട്ട് എനിക്ക് കിട്ടി, എൻ്റെ വേദന എൻ്റെ മാതാവ് കണ്ടു, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു. എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ കമ്പനിയുടെ ആനുവൽ പാക്കേജ് 6 lakh, അത് കിട്ടാൻ വേണ്ടി പിള്ളേർ കാത്ത് കരുതി നിൽക്കുന്ന സമയത്ത് ഞാൻ അത്രയും വേദന തിന്ന് അത്രയും വേദന സഹിച്ച് ഞാൻ കൂടിയപ്പോൾ മാതാവ് അത് കണ്ട് എനിക്ക് കിട്ടി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ അനിയനാണ്. ഞങ്ങളുടെ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്, ACCA, CMA, CA പോലെ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. ഞാനും ACCA പഠിക്കുന്ന ഒരാളാണ്, ഇവനും അതെ ACCA പഠിക്കുന്ന ഒരാളാണ്. ഇവന് ആദ്യത്തെ വട്ടം ACCയുടെ പേപ്പർ സെപ്റ്റംബറിലായിരുന്നു. FR ആയിരുന്നു പേപ്പർ, F ലെവൽ പേപ്പറായിരുന്നു.
നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ പോയാണ് എഴുതിയത്. പക്ഷെ അവന് 1 മാർക്കിനാണ് പോയത്. 50 കിട്ടണം, അവന് 49 അവന് പോയി. അവന് ഭയങ്കര വിഷമമായിരുന്നു. ഇതുവരെ കരയാത്തവൻ അന്ന് വിളിച്ച് എന്നെ അമ്മയെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു, ഞാൻ കുറേ പഠിച്ചത് അവർക്ക് 1 മാർക്ക് ഇട്ട് തന്നായിരുന്നു, എന്താണെന്നാണ് ചോദിച്ചാൽ കരഞ്ഞത്. ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായി. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വിഷമമായി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കും ഈ രോഗങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം ഇവൻ അപ്പം തന്നെ പിറ്റേ അന്ന് രാവിലെ റിസൾട്ട് വന്നു. ഒരു 8:30 മുമ്പ് അവൻ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ 2 പേപ്പർ എഴുതാൻ പോവാം, FRഉം FM ഞാൻ എഴുതാൻ പോവാം ഡിസംബറിലേക്കെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അച്ഛൻ അങ്ങനെ എഴുതുന്നവരുണ്ടെന്ന്, നീ എഴുതിക്കോടെ, നിനക്ക് വിശ്വാസമുണ്ട്, നീ എഴുതിക്കോന്ന് അച്ഛൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാനും പറഞ്ഞു. ഞങ്ങളുടെ പ്രൊഫഷണൽ ഹെഡ് സാറും ഇവനെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, വർക്ക് 2 പേപ്പർ എഴുതണം എന്ന് തന്നെ പറഞ്ഞു. ഇവരെ FM പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞത് അങ്ങനെ എഴുതരുത്, FM മാത്രം എഴുതണം, അത് റിസ്ക് ആണ്. കാരണം ഒരു പേപ്പറിൻ്റെ FRന് 17,000 രൂപയും FMന് 18,000 രൂപ അത്രത്തോളം ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അത് റിസ്ക് ആണ്, അത്രയും പൈസ പോകും എന്നൊക്കെ സാറ് പറഞ്ഞെങ്കിലും ഇവൻ 2ഉം കരുതി കൂട്ടി അവൻ എഴുതി. ഈ ഡിസംബറിലാണ് എഴുതിയത്. അന്നും ഇവൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന്, അവൻ എറണാകുളത്ത് സെൻറ്ററിൽ പോകുന്ന തലേന്ന് അമ്മ ഇവനെ പ്രത്യേകം തൈലം തൊട്ട് ഇവനെ പ്രാർത്ഥിപ്പിച്ചു. ഉപ്പ് ഇവൻ കുടിക്കുന്ന വെള്ളത്തിൽ കുപ്പി കൊണ്ടുപോയില്ല, അപ്പോൾ ഉപ്പ് അതിനകത്ത് ഇടണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു. പിന്നെ അതൊക്കെ ചെയ്ത് കയ്യിലൊരു കാശ് രൂപം, ജനിച്ച കാശ് രൂപം അല്ലാത്ത സാധാരണ ഒരു കാശ് രൂപം കൊടുത്തു വിട്ടു. അമ്മോനൊന്നും പേടിക്കേണ്ട, പോയി എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എഴുതുമ്പോൾ എനിക്ക് ക്ലാസ്സാണ്, ഞാൻ ക്ലാസ്സിൽ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. എനിക്കറിയാം ആ പേപ്പറിൻ്റെ ബുദ്ധിമുട്ട് എത്ര, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അമ്മ അച്ഛനും എൻ്റെ കൂടെ പോയിരുന്നു. അച്ഛനും അവിടെ അടുത്തിരുന്നുള്ള ചാപ്പലിൽ കയറി കൊന്ത എല്ലാം തുടങ്ങി അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, കിട്ടുമായിരിക്കും തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. FR ഇച്ചിരി പാടായിരുന്നു, പക്ഷേ FM എനിക്ക് എളുപ്പം പോലെ എനിക്ക് തോന്നി, എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം നമ്മളും അത്ര രീതിക്ക് അതെടുത്തുള്ളൂ. റിസൾട്ട് വന്നു. ഇതുപോലൊരു രാവിലെ ഡെയിലി ബ്രെഡ് കൂടിക്കഴിഞ്ഞ് ഞങ്ങൾ 3 പേരെ നേറ്റ് വന്നപ്പോഴാണ് ഇവൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്ന, അമ്മേ റിസൾട്ട് വന്നമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞു 2ഉം കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അവനെ ഈ ഫോൺ കൊണ്ട് എൻ്റെ തന്നപ്പോഴത്തേക്കും 2 പേപ്പറും പാസ്സായെന്നുള്ളൊരു മെയിൽ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് 2 പേപ്പറും പാസ്സായി. അതാണ് 3ാമത്തേത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രോഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു കാലഘട്ടം വരെ. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷന് മുമ്പ് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണ് ഞാനിങ്ങനെ കുനിഞ്ഞ് എടുത്താൽ ഞാനിവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. എനിക്ക് നിങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും, ചുറ്റും കറങ്ങുന്ന പോലെ തോന്നും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷേ എനിക്ക് ഇങ്ങനെ കറങ്ങും. ഞാൻ ഒരാളെ പിടിക്കാതെ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം ഞാൻ തല കറങ്ങുവാന്നോ അറിയാതെ വിചാരിച്ച തല കറങ്ങി വീഴുമായിരുന്നു ചെയ്തത്. പക്ഷേ അത് തലകറക്കമല്ലെന്ന് പിന്നെ ഒരു ENT കൊണ്ട് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു. ഇയർ ബാലൻസിൻ്റെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഡോസേജ് മരുന്നാണ്. പോരാത്തതിന് ഇയർ ബാലൻസിന് ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കും. ആ എക്സസൈസ് ഒരു വട്ടം ഞാൻ ചെയ്ത് ഞാൻ ഇറങ്ങി വന്ന് കുറേ ഛർദ്ദിച്ചു. എനിക്ക് അത് പറ്റത്തില്ലാത്തൊരിതിലായി. അപ്പോൾ ഞാൻ ഓർത്തു, എന്തിനു ഞാൻ വിഷമിക്കണം, എനിക്കെൻ്റെ മാതാവ് ഈശോയില്ല, എനിക്കെൻ്റെ ഉടമ്പടിയില്ല. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചു. എൻ്റെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഞാൻ ആദ്യ യൂറിനറി ഇൻഫെക്ഷനാണ് വെച്ച്, 2ാമത്തെ ഇയർ ബാലൻസ് ഞാൻ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ എന്നും രാവിലെ എനിക്ക് ഒരാളുടെ ഹെൽപ്പില്ലാതെ എഴുന്നേക്കാൻ പറ്റില്ല. എന്നെ പയ്യെ പിടിച്ച് പൊക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ ഞാൻ വന്നായിരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെവിയിലെ ഉടമ്പടി തൈലം വെച്ച് ഇങ്ങനെ തൂക്കും, 2 ചെവിയിലും തൂക്കും, നെറ്റിയിലും തൂക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരുന്നു. ഉപ്പിട്ട വെള്ളം കുടിക്കുമായിരുന്നു, ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് പിന്നീട് അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്ക് കഴിഞ്ഞ മാസം ഓഗസ്റ്റിന് മുമ്പ് ഒരു മാസമാണ് എനിക്കിത് വരുന്നത്. ആ വർഷം ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും അത് ക്യൂറായി. പിന്നെ എനിക്കിപ്പം ചുമ്മാ കുനിഞ്ഞ് എഴുന്നേക്കാൻ പറ്റും, എനിക്ക് പെട്ടെന്നൊക്കെ എഴുന്നേക്കാൻ പറ്റും, എനിക്കൊരു വിധ പ്രശ്നവുമില്ല. അപ്പം ഇതാണ് അമ്മ മാതാവും തിരുക്കുമാരൻ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ വീട്, ഞാൻ ഇടുക്കിക്കാരിയാണ്. എൻ്റെ വീട് തമിഴ്നാട് ബോർഡറാണ്. പുറ്റടി വേളാങ്കണ്ണി മാതാപ്പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. ഞങ്ങൾ ബോർഡറിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട് പോകുന്നത് തമിഴ് പത്രങ്ങളാണ് അവിടെ. എന്നിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഞങ്ങൾ കുടുംബമായിട്ട് ഇറങ്ങി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ഞങ്ങൾക്ക് കിട്ടിയ പത്രങ്ങളെല്ലാവർക്കും കൊടുക്കും. കയ്യിൽ നമുക്ക് മറ്റേ മാതാവിൻ്റെ ബുക്കുണ്ടല്ലോ, തമിഴ് എഴുതിയ ബുക്കും ഞങ്ങൾ ഇവിടുന്ന് എക്സ്ട്രാ മേടിക്കും. കാശ് രൂപം,
ഉപ്പ് ഇതെല്ലാം ഞങ്ങൾ മേടിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന വീടുകളിൽ കയറും. മൊത്തം അക്രൈസ്തവരാണ്. ക്രൈസ്തവ കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്, മിക്കതും അക്രൈസ്തവരാണ്. ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടും. നമ്മളെ കൊന്തയ്ക്കിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത് നമ്മളെടുത്ത് മിണ്ടാനും അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും വീടിൻ്റെ വാതിക്കെ വന്നാൽ ഇങ്ങനെ തോന്നുമല്ലോ, കയറാമെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ കയറും. മിക്കപ്പോഴും ഏത് വീട്ടിൽ കയറില്ല, അവിടെ ഒരു രോഗി കാണും. ഞങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് തൈലം തൂത്ത് പ്രാർത്ഥിച്ച് അവരുടെ ഉപ്പോ കാശ് രൂപ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും. പത്രം കൊടുത്ത് ഞങ്ങൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലുള്ള ഇവരുടെ സെൻറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് അവരുടെ വീട്ടിൽ ആരുടെയും വീട്ടിൽ ഫോൺ ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ഞങ്ങളതിലേക്ക് ഒന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതെടുത്ത് അവരെ കാണിച്ചു കൊടുക്കും. ഇത് കൂടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പോയാൽ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആശ്രമമുണ്ട്, അമ്മമാർ ഉള്ള ആശ്രമം. അവിടെ ഇടയ്ക്ക് ഞാനും അമ്മയും ഉടമ്പടി എടുത്ത ആൾ, അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് പോകും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ സ്നാക്സോ അല്ലെങ്കിൽ പൈസ ആയിട്ടോ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡൈപ്പറോ ഗ്ലൗസോ അങ്ങനെയൊക്കെ മേടിച്ച് എത്തിക്കും. അവരുടെ കൂടെ കുറച്ച് നേരം വർത്താനം പറയും. ഇടവകയിൽ ഏത് രോഗി ഉണ്ടെന്നറിഞ്ഞാലും എല്ലാ ആഴ്ച ഞാൻ വീട്ടിൽ വരും. ആ ആഴ്ച ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ അവരുടെ വീട്ടിൽ പോവും. പ്രായമായവരെ കൂടുതൽ ചെന്ന് കാണും. രോഗമില്ലേ പോലും നമ്മൾക്ക് അവർക്ക് നമ്മൾ അവരോട് മിണ്ടുന്ന അവർക്ക് ഭയങ്കര ആശ്വാസമാണല്ലോ. അപ്പോൾ അവരെയൊക്കെ പോയി ഞങ്ങൾ കണ്ട് മിണ്ടും. എന്നും ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നും കുർബാന കാണുന്ന ഒരാളാണ്. ഞാൻ മുടക്കത്തില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ശൈലിയാണ്. അപ്പനും അമ്മയും രാവിലെ എന്നും എന്നിട്ട് കുർബാനയ്ക്ക് പോകുന്ന മക്കൾ ഞങ്ങൾ 4 കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ പോലും കുർബാന മുടക്കത്തില്ല. എന്ത് വന്നാലും മുടക്കത്തില്ല. ഇൻ കേസ് രാവിലെ എൻ്റെ കുർബാന മുടങ്ങിയ വൈകിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ആശ്രമമുണ്ട്. ആ പള്ളിയിൽ പോയി ഉറപ്പായിട്ട് ഞാൻ കുർബാന കണ്ടിരിക്കും. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ബൈബിൾ വായന അരമണിക്കൂർ ബൈബിൾ വായനയാണ്. ഞാൻ രാവിലെ ഒരു 15 മിനിറ്റും വൈകിട്ട് ഒരു 15 മിനിറ്റും ബൈബിൾ വായിക്കും. ഞാൻ പിന്നെ യൂറിനറി ഇൻഫെക്ഷന് മുമ്പ് വരെ കൊന്ത ചൊല്ലാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. പേരിന് ചൊല്ലുന്ന പോലെ ഞാൻ ചൊല്ലുമായിരുന്നു. പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ്റെ ആ സമയം തൊട്ട് ഞാൻ കൊന്ത ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞാൻ ചിലപ്പം രാത്രി തളർന്നതെല്ലാം പഠിച്ചിട്ട് മടുത്തിട്ടായിരിക്കും ഞാൻ വന്ന് കട്ടിലേക്ക് കയറുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഒരു കൊന്ത ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങത്തില്ല. അത് ഞാൻ ഒരു ശീലമാക്കി. ആ ശീലം ഇപ്പോഴും തുടരുന്നു.